പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മുകുന്ദപുരം ചാലക്കുടി താലൂക്ക് തല സഹകരണ സെമിനാർ ഇരിങ്ങാലക്കുട SN ക്ലബ് ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ TK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സഹകരണ യൂണിയൻ കമ്മിറ്റി അംഗം ലളിത ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായിരുന്നു. ദേശീയ സഹകരണ നയവും സഹകരണ മേഖലയുടെ ആവാസ വ്യവസ്ഥയും ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിനുള്ള ഘടനാപരമായ മാർഗരേഖയും എന്ന വിഷയം റിട്ടയേർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ K ഹരി അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് രജിസ്ട്രാർ രാജി AJ മോഡറേറ്ററായിരുന്നു. വിവിധ സംഘടനാ പ്രതിനിധികളായ ER വിനോദ്, സിൻഡോ മാത്യു, PS കൃഷ്ണകുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. മുകുന്ദപുരം അസിസ്റ്റന്റ് രജിസ്ട്രാർ രശ്മി PC സ്വാഗതവും ജൂസി K ജോൺ നന്ദിയും പറഞ്ഞു. സുപ്രധാനമായ അധ്യായങ്ങളിലൊന്നാണ് ജനകീയ കൂട്ടായ്മയുടെയും പാരസ്പര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ വിപ്ലവാത്മകവും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ളതുമായ മുന്നേറ്റങ്ങൾ സാധ്യമാക്കാൻ കഴിയുമെന്ന് ഒരു ജനത തെളിയിച്ചതിൻ്റെ അടയാളങ്ങളാണ് സഹകരണ മേഖലയിൽ നാം ആർജിച്ചിട്ടുള്ള നേട്ടങ്ങൾ. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മപ്രധാന മേഖലകളിലും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് കൈവപ്പ് ചാർത്താനായിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ നിന്ന് നൈസർഗികമായി പൊട്ടിമുളയ്ക്കുന്ന ജനകീയ കൂട്ടായ്മകളുടെ കരുത്തിനെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങൾ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും നിർമ്മാണ രംഗത്തും പൊതുവിതരണ മേഖലയിലും എന്ന് വേണ്ട മനുഷ്യ ജീവിതത്തെ സ്പർശിക്കുന്ന എല്ലാ മേഖലകളിലും സർവതല സ്പർശി എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ സവിശേഷ സാന്നിധ്യമായി ഉണ്ട് എന്നുള്ളതാണ് മലയാളിയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. ആ നിലയിലുള്ള സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റത്തിന് വലിയ സംഭാവനയാണ് കേരളത്തിലെ സഹകരണ കൂട്ടായ്മകൾ നൽകിയിട്ടുള്ളത്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് AITUC ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. ഇരിങ്ങാലക്കുട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും AITUC സംസ്ഥാന സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. AITUC മണ്ഡലം കമ്മിറ്റി അംഗം KV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ്, AITUC മണ്ഡലം സെക്രട്ടറി KK ശിവൻ, AITUC ജില്ലാ കൗൺസിൽ അംഗം വർദ്ധനൻ പുളിക്കൽ, AR റസീൽ, മോഹനൻ വലിയാട്ടിൽ, ബാബു ചിങ്ങാരത്ത്, PK ഭാസി, KP രാജൻ എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമമേഖലയിൽ ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി ഒരു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരണം എന്നതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നായി UPA ഗവൺമെൻറ് നമ്മുടെ ആരാധ്യനായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ലോകം ആരാധിക്കുന്ന മഹാത്മാഗാന്ധിയുടെ പേരിൽ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് ആ പദ്ധതിയുടെ പേര്. പാർലമെന്റ് പാസാക്കിയ നിയമവും അതാണ്. ആ നിയമം വിഭാവനം ചെയ്തത് 365 ദിവസങ്ങളുള്ള ഒരു വർഷത്തിൽ 300 ദിവസമെങ്കിലും ഈ ഗ്രാമീണ മേഖലയിലെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം എന്നതായിരുന്നു. ആ തൊഴിലുറപ്പ് പദ്ധതി സ്കീം തൊഴിൽ വ്യവസ്ഥയാണ്, അഥവാ സേവന സന്നദ്ധരായിട്ടുള്ള ആളുകളുടെ ഉൾക്കൊള്ളിക്കുന്നൊരു പദ്ധതി എന്നുള്ള നിലയിലുള്ള വ്യവസ്ഥയാണ് അതിൽ ഉൾപ്പെടുത്തിയത്.
കടുപ്പശ്ശേരി തിരുഹൃദയ ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് തിരുനാൾ ജനുവരി 2, 3, 4, 5 തീയതികളിൽ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ജോമിൻ ചെരടായി, തിരുനാൾ കൺവീനർ ജസ്റ്റിൻ കോങ്കോത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2-ന് വെള്ളിയാഴ്ച വൈകിട്ട് 5:30 തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടികയറും. വൈകിട്ട് 7-ന് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം തൃശൂർ റൂറൽ ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് TS സിനോജ് നിർവഹിക്കും. 3-ന് വീടുകളിലേക്കുള്ള അമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ച് രാത്രിയിൽ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണം ദേവാലയത്തിൽ എത്തിച്ചേരും. 4-ന് തിരുനാൾ ദിനത്തിൽ രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സജീഷ് തൃക്കോടന്മാലിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് നടക്കുന്ന തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷം വർണ്ണമഴ വോയിസ് ഓഫ് കൊച്ചിൻ എന്റർടൈൻമെന്റ്സ് അവതരിപ്പിക്കുന്ന പാട്ടുത്സവം നടക്കും. ട്രസ്റ്റിമാരായ ജോസ് കൊടിയൻ, ജോബി മാളിയക്കൽ, അനിൽ വാലിപ്പറമ്പിൽ, ജോയിന്റ് കൺവീനർമാരായ ജോൺസൺ കോക്കാട്ട്, സിജോയ് തോമസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഈ വരുന്ന ജനുവരി 2, 3, 4, 5 തീയതികളിൽ ഏറ്റവും ആഘോഷപൂർവ്വം നടത്തപ്പെടുകയാണ്. ഈ വരുന്ന 2-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ഇടവകയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് നഗാര വിളംബര ജാഥ നമ്മൾ നടത്തുന്നു. അതിനുശേഷം 5:30-ക്കാണ് പള്ളിയിൽ കൊടികയറ്റം, ലതീന് വിശുദ്ധ കുർബാന. അതിന് നേതൃത്വം കൊടുക്കുന്നത് റവറൻ ഫാദർ ജോസ് പാലാട്ടി, കുഴിക്കാട്ടുശ്ശേരി ഇടവക വികാരീശ്വര നേതൃത്വത്തിലാണ്. അതിനുശേഷം 7 മണിക്ക് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മമാണ്. അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ തൃശൂർ ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് TS സിനോജ് സാറാണ് അന്നത്തെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത്. വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ മരണമടഞ്ഞ വ്യാപാരികളുടെ കുടുംബത്തിന് നൽകിവരുന്ന വ്യാപാരമിത്ര പദ്ധതിയിൽ കാറളം യൂണിറ്റ് അംഗം KK ഷാബുവിന്റെ ഭാര്യ സ്മിത ഷാബുവിന് 5 ലക്ഷം രൂപയുടെ സഹായധനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു കൈമാറി. സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സമിതി ജില്ലാ സെക്രട്ടറി മിൽട്ടൺ J തലക്കോട്ടൂർ, ലതീഷ് നാരായണൻ, MB രാജുമാസ്റ്റർ, സച്ചിൻ കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ഏരിയ സെക്രട്ടറി നകുലൻ നെല്ലിശ്ശേരി സ്വാഗതവും ഏരിയ കോർഡിനേറ്റർ KM സജീവൻ നന്ദിയും പറഞ്ഞു. വ്യാപാരി വ്യവസായ സമിതി നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വ്യാപാരികളുടെയും ചെറുകിട വ്യവസായികളുടെയും ഒക്കെ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സമ്മർദ്ദശേഷി അധികാര കേന്ദ്രങ്ങളിൽ പ്രയോഗിക്കുന്നതിന് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതോടൊപ്പം തന്നെ തങ്ങൾക്കിടയിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് അത്താണിയായി നിൽക്കാനും സംഘടന തയ്യാറാകുന്നു. മനുഷ്യ സ്നേഹപ്രേരിതവും ജീവകാരുണ്യപരവുമായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് പ്രത്യേകം അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. 42 കുടുംബങ്ങൾക്ക് വ്യാപാരികളുടെ കൂട്ടായ്മയിലൂടെ ഗണ്യമായ സഹായം 5 ലക്ഷം രൂപ ധനസഹായം എന്നുള്ളത് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വളരെ മഹത്തായ കാര്യം തന്നെയാണ്. കലാ സാഹിത്യ സാംസ്കാരിക സംഘടനയായ ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാൻ ഈ വർഷത്തെ പുരസ്കാര വിതരണവും അനുമോദന സമ്മേളനവും ഇരിങ്ങാലക്കുടയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ VV രാജൻ, സെക്രട്ടറി പ്രൊഫസർ KK ചാക്കോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 3-ന് ശനിയാഴ്ച രാവിലെ 10-ന് SNS ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങ് മുനിസിപ്പൽ ചെയർപേഴ്സൺ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്യും. കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ മുഖ്യപ്രഭാഷണം നടത്തും. ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാൻ എന്നൊരു സംഘടന, അത് കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്നതാണ്. ആ സംഘടന കഴിഞ്ഞ 25 വർഷമായിട്ട് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അത് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ വർഷം തോറും ഹിന്ദിയിൽ പ്രചാരകയായിട്ടുള്ള ശ്രേഷ്ഠ പ്രചാരകയായിട്ടുള്ള ഒരാൾക്ക് പുരസ്കാരം, അതുപോലെ തന്നെ പ്രശസ്തി പത്രവും സമർപ്പിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും കലാലയങ്ങളിലും പഠിക്കുന്ന കുട്ടികളിൽ MA ഡിഗ്രിക്ക് ഏറ്റവും അധികം മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് ഓരോ വർഷവും ഇതുപോലെ ഒരു പുരസ്കാരവും
1000 ക്യാഷ് അവാർഡും നൽകുന്നുണ്ട്. നമുക്കറിയാം ഈ ഹിന്ദി പ്രതിഷ്ഠാൻ സാഹിത്യ പ്രതിഷ്ഠാൻ എന്ന സംഘടന ഈ വർഷം ഈ പുരസ്കാരം ഏറ്റവും നല്ല ഹിന്ദി പ്രചാരകയ്ക്ക് നൽകുന്ന ഈ വർഷത്തെ പുരസ്കാരം നമ്മുടെ നാട്ടുകാരിയായ TV ഇന്ദിര ടീച്ചർക്കാണ് നൽകുന്നത്. ഇരിങ്ങാലക്കുട മണ്ണാത്തിക്കുളം റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുതുവത്സരാഘോഷ പരിപാടികൾ മുനിസിപ്പൽ കൗൺസിലർ സ്മിത കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് AC സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി ശിവശങ്കര മേനോൻ, M രവീന്ദ്രനാഥൻ, നന്ദൻ അമ്പാടി, സുനിത പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പുല്ലൂർ സെന്റ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെ തിരുനാളിന് കൊടികയറി. കൊടിയേറ്റ് ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജോയ് വട്ടോലി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കണമേ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.